ആ എങ്ങനെയുണ്ട്? കിളവൻ ചാകൊന്നുമില്ലല്ലോ? കുറവുണ്ട്. ആ എന്താടാ, എന്തിനാ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? സുഖവാസത്തിന് ആശുപത്രിയിലാണോ വന്ന് കിടക്കുന്നത്? നിനക്ക് എന്ത് പറ്റിയെന്നാ നീ പറയുന്നത്? നിന്നെ ആരാടാ തല്ലിയത്? ഇതൊക്കെ യൂണിയന്റെ കളികളാണ്. അല്ല, ഷായുടെ ഗുണ്ടകളെ കൊണ്ട് അച്ഛനെ തല്ലിച്ചതാ. നിനക്കെങ്ങനെ അറിയാടാ? നീ ആരാടാ? നിനക്കെന്താടാ ഇവിടെ കാര്യം? സാർ എന്തിനാ എന്നോട് ചൂടാവുന്നേ? അച്ഛനെ തല്ലിയതിന് പരാതി ഇല്ലെന്ന് പറയണം. സാറിന് അത്രയല്ലേ വേണ്ടു? കഴിവേറി കളിയാക്കുന്നോടാ. സാറ് വളരെ നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. തച്ചോളി മാണിക്കോ തൊതേനക്കുറിപ്പിനെയും കവച്ചു വെക്കുന്ന ചില അഭ്യാസങ്ങൾ കയ്യിലുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നീ എന്തോന്ന് കേട്ടിട്ടുണ്ട്? അധികം ജലിയല്ലേ? നെഞ്ചിന് 4 വരക്കട താഴെ ഒരു താപ്പ് താത്ത കുടിച്ച മുലപ്പാലും മുഴുവൻ പുറത്തു വരും. സാർ ഗുരുവായൂർ പത്മനാഭൻ എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ പ്രസിദ്ധനായ ഒരു ആനയാണ് മൂപ്പര്. നല്ല വിളഞ്ഞ് തെളിഞ്ഞ ഒരു കൊമ്പൻ. അവൻ ഈ പനം പട്ട തിന്നുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതാണ്. തുമ്പിക്കൈ കൊണ്ട് ചുറ്റി ചുഴറ്റി ഇടത്ത് കാല് കൊണ്ടൊന്ന് തട്ടി വലത്ത് കാല് കൊണ്ട് ചവിട്ടി പിടിച്ച് വലിച്ചുടച്ച കീറ. കൊണാട്ട് പ്ലേസിലെ പോലീസുകാരാ മടക്കി പിച്ച് കീറുന്നതിന് ഞാൻ. ഏതോ ഒരു ഊച്ചാളി ഒറ്റി തന്നിട്ടാണെങ്കിലും പണ്ട് 1.5 കോടിയുടെ കള്ളപ്പൊന്ന് താൻ വേട്ടയാടി പിടിച്ചതും അതിൽ പാതി താൻ കടത്തിക്കൊണ്ടുപോകുമ്പോ പിടിക്കപ്പെട്ടതും തന്റെ ഈ തൊപ്പി അങ്ങ് തിരുവണ്ണാമലയിലോട്ട് പറന്നു പോകാതിരിക്കാൻ ഷാ തന്നെ സഹായിച്ചു നോക്ക് മറന്നുപോയോ? അതിന് ഷായോട് പ്രത്യുപകാരം ചെയ്യാൻ കെട്ടിയെടുത്തതാവും ഇവനെ. പാവപ്പെട്ടവന്റെ നെഞ്ചിന്റെ മോളിൽ കയറിയിരുന്ന് നിറങ്ങാമെന്ന വല്ല ധാരണ ഉണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേരെ. പോലീസ് സ്റ്റേഷന്റെ അകത്തല്ല ഈ തെരുവ്, ഈ തെരുവിന്റെ അകത്താ പോലീസ് സ്റ്റേഷൻ. അത് മറക്കണ്ട. ഞങ്ങൾക്കൊരു പരാതിയില്ല. പരാതി തന്നിട്ട് കാര്യമില്ലെന്നറിയാം. പിന്നെ വെറുതെ എന്തിനാ ഒരു പരാതി? സാറ് പോ സാറേ. അച്ഛനെങ്ങനുണ്ട്? കുറവുണ്ട്. എന്താ രവിശങ്കർ പതിവില്ലാതെ ഈ വഴിക്ക്? ആ മേസ്തിരിയെ തല്ലി ചതച്ച ഒരു കൈയും കാലും സ്വാധീനമില്ലാതാക്കിയതും പോരാ, അയാളെ ഹോസ്പിറ്റലിൽ കിടക്കാൻ പോലും നിങ്ങൾ അനുവദിക്കില്ലേ? ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ആര് സമാധാനം പറയും? കേട്ടോ രവിശങ്കർ, എന്റെ ഫാദർ എന്നെയും തോളിലിട്ട് 50 പൈസ, അതായത് 50 കാശുമായി വന്നതാണ് ഈ നഗരത്തിൽ. ഇവിടെ ഈ തെരുവുകളിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്തതാണ് ഈ മലഞ്ചരക്ക് വ്യവസായങ്ങളുടെ കുത്തക. അത് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ കൂടെ നിന്നവരെ മേസ്ത്രി ഞങ്ങൾക്കെതിരായി തിരിച്ചാൽ അടങ്ങിയിരിക്കുന്നതാണോ കരുതിയത്? സലീം, ഇന്നത്തെ സലീം ഭായ്, ഇന്നലെ വന്നവൻ, അവനെ ഇനിയും വളരാൻ ഞാൻ അനുവദിക്കില്ല. അവനെ എന്നല്ല, ആരെയും. അതെ, ഈ തെരുവിൽ നല്ല ആൾക്കാർ ജീവിച്ചിരുന്നു. നേരും നിറയുമുള്ളവർ, സത്യവും നീതിയുമുള്ളവർ. നിങ്ങൾ തകർത്തെറിഞ്ഞ ചെറുകിട കച്ചവടക്കാരുടെ കണ്ണീർ വീണ് കുതിർന്ന മണ്ണാണിത്. അതിലൊരാളായിരുന്നു സലീം ഭായിയുടെ ബാപ്പി. തലമുറകളായി തുടരുന്ന ഈ അനീതി ഉണ്ടല്ലോ, അത് ഇനിയും തുടർന്ന. बापूजी, आप पूछना कौन છે? સલીમ ભાઈ નું જાસૂસ છે. ડર ન મારીએ ઊંઘી નથી શકતો એટલે આવો છે. એને બગાડી દો. જાનું છું દીકરા, જાનું છું. હું એ જ કરવા જાનું છે. નારે માને ફગાડવાની જરૂર નથી. એકલો ધારા ધર્મ આવી શકું છું તો પાછા જવાનો રસ્તો રવિશંકરને ખબર છે. താൻ എന്നെ പറഞ്ഞു വിടുമൊന്നും വേണ്ട. തനിയെ തന്റെ മാളത്തിനകത്ത് വരാൻ അറിയാമെങ്കിൽ അതുപോലെ തിരിച്ചു പോകാനും രവിശങ്കറിന് അറിയാം. നീ എന്താടാ രമണിക്ക് പറഞ്ഞത്? ഒരുത്തന്നെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്തോണ്ട് പേടിച്ച് പേടിച്ച് വന്നിരിക്കുകയാണെന്നോ? നീ കിടക്കപ്പായി കിടന്ന് പേടിച്ച് മൂത്രമൊഴിക്കുന്ന വേല കാണണോ? കാണണോ നിനക്ക്? മോനെ, കൂടുതൽ കളിക്കില്ല. ഇത് പഴയ കാലമൊന്നുമല്ല. അച്ഛനും മകനും ഒന്നോർത്തോ, എന്റെ പൊക്കിൽ കൊടി വീണ് അലിഞ്ഞു ചേർന്ന മണ്ണാണിത്. ഇനി ഈ തെരുവ് അടക്കി ഭരിക്കാനാണ് ഭാവമെങ്കിൽ വേണ്ട വേണ്ട. അല്ല, മേസ്ത്രിക്കിപ്പോ എങ്ങനെയുണ്ട്? അത് പറയാനാ ഞാൻ വന്നത്. ആ കുടുംബത്തിന് ജീവിച്ചു പോകാൻ മേസ്ത്രിയുടെ മകൻ ബാലൻ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായാലേ പറ്റൂ. നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ഭായ്? ആ ഷായും കൂട്ടാളികളും ഈ തെരുവ് മൊത്തം വിലയ്ക്ക് വാങ്ങി ഓന്റെ കോട്ടയാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. കോയാ, ഓ, ഇവിടുത്തെ ചെറിയോരിക്കും വലിയോരിക്കും നാളെ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓനത് കാണിച്ചു തരും. അതിൽ കൊള്ളാവുന്ന ഒരു സ്ഥലം നോക്കി ബാലനോട് എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങാൻ പറ. പോരെ? ആ, തുടക്കത്തിൽ ആവശ്യമുള്ള പണത്തിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. വളരെ നല്ലത്. ഇതറിയുമ്പോ ആ കുടുംബത്തിന് ഒത്തിരി സന്തോഷമാവും ഭായ്. ചെല്ലേ. ഇനി എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്താൽ മതി. എനിക്ക് ഇവിടെയൊക്കെ നല്ല ഹോൾഡാ. ഞാനിവിടുത്തെ ഒരു ചെറിയ ദാതയാണെന്ന് കൂട്ടിക്കോളൂ. ശരി ശരി, നിങ്ങൾ അന്വേഷിച്ചോളിന്ന്. ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ചരക്ക് നിങ്ങൾ ഷായ്ക്ക് തന്നെ കൊടുത്തോളി.
ആയിക്കോട്ടെ. ആ നിങ്ങൾക്ക് എന്താ വേണോന്ന് പറഞ്ഞേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുങ്കുമപ്പൂ. ആ അതാണ്. ആ. അത് ഫസ്റ്റ് ക്വാളിറ്റി വേണോ സെക്കൻഡ് ക്വാളിറ്റി വേണോ? ഈ കാശ്മീരിലെ ചരക്ക് വേണോ ഫ്രാൻസിന്റെ വേണോ? ഭായി ചോദിച്ചേട്ടില്ലേ? വൈറ്റ് കുങ്കുമപ്പൂ. വൈറ്റോ? വൈറ്റ് എന്ന് വെച്ചാ വെളുത്തത്. ഭായി വെളുത്ത കുങ്കുമപ്പൂ ഞാനിതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത് ഇവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്. ഇയാളുടെ കൂടെ ചെന്നാ വാങ്ങിച്ചു തരും. ഈ ഹലാക്ക് പിടിച്ച സാധനത്തിന്റെ പേര് നമ്മുടെ കാതിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ പടച്ചോലിക്ക് നിരക്കാത്ത കച്ചവടം തെരുവിൽ നടത്തുന്നത് ആരാണ് കൃഷ്ണ? അയ്യോ ഞാനല്ല, എനിക്കൊന്നും അറിയാനും വയ്യ. ഇവിടെ എവിടെ കിട്ടുമെന്നാ പറഞ്ഞത്? ഈ തെരുവിലെവിടെ കിട്ടുമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വന്നു കയറുന്ന ആളുകളെ സൽക്കരിച്ചേ നമുക്ക് ശീലമുള്ളൂ. അതുകൊണ്ട് പൊയ്ക്കോളി. കൃഷ്ണ, മേലിൽ ഇമാതിരി അറാം പറഞ്ഞ സാധനം വാങ്ങിക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലുണ്ടല്ലോ അന്റെ മയത്തി അറബിക്കടലായിരിക്കും. ഓ അത് ശരി. അപ്പൊ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാൽ മറ്റേ മരുന്നല്ലേ? പിന്നെ എന്ത് വിചാരിച്ച്? ഒന്നും വിചാരിച്ചില്ല. അല്ല സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്ത് വിചാരിച്ച ഈ കറുത്ത പൂവിന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോ കൂടുതൽ സ്റ്റാമിന കിട്ടാനുള്ള ഒരു മരുന്ന് ഇയാൾ വാങ്ങി തരാന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് കലാതിലകം കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ശരി. ഓട്ടോ ഓട്ടോ പ്ലീസ്. എവന്റെ കൂടെ നടന്നാലേ നിങ്ങൾ തിലകമായി പോ. മനസ്സിലായില്ലേ? ഗോപി ഗോപി ചെല്ല്, വീടിലേക്ക് പൊക്കോ. കേറ് 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 പൊക്കോ. കേറിക്കോ. എവിടെ കേറുന്നു? നീ പോവാൻ പറ്റേ. നീയുമായിട്ട് എനിക്ക് അല്പം ഇടപാടുണ്ട്. കുങ്കുമപ്പൂ, ട്രിപ്പ്, പഫ്, പാവപ്പെട്ട പെൺകുട്ടികളെ നീ വഴിതെറ്റിക്കോ അല്ലേടാ? അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയോ? എന്നെ ഒന്ന് രക്ഷിക്കടാ. ഒരു വന്യജീവി എന്നെ ആക്രമിക്കണടാ. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് ചെമ്പരത്തി പൂ ഞാൻ വാങ്ങിച്ചത്. അതെ നമുക്ക് മനസ്സിലായോ? എന്താ എന്താ പ്രശ്നം? ഫ്രണ്ടാ, ഫ്രണ്ടിന്റെ ഫ്യൂണറൽ എടപ്പാടിയത്. എന്താ മനസ്സിലായില്ല? അയ്യോ കിണ്ണനല്ലടാ, കൃഷ്ണൻ. എന്ത് വേണമെങ്കിലും വിളിച്ചോ. ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കാൻ എന്നെ രക്ഷിക്കാൻ നോക്കണം. രാജു, ഇവന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്തേക്കും. വേണ്ട വേണ്ട, ഇവനെ അടക്കം ചെയ്യണ്ട. ഇവനെ നമുക്ക് തന്തൂരി ഫ്രൈ ആക്കി ഫ്രൈ ചെയ്തില്ല. അത് വേണ്ട, ഇവനെ നമുക്ക് വൈദ്യശാലക്കാർക്ക് കൊടുക്കാൻ, രസായനം ഉണ്ടാക്കാൻ. അത് വേണ്ട, നമുക്ക് ഇവനെ വെള്ളത്തിൽ മുക്കി കൊല്ലാം. നമുക്ക് ഇവന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാലോ? വേണ്ട, കറുത്തു. എന്താ ആസിഡ്. ഒന്നും വേണ്ട.